രഞ്ജിത്ത് മേനോന്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. യൂട്യൂബ് ചാനലിൽ കഥകളി വർത്തമാനം എന്ന പരമ്പരയിൽ ഇന്ന് 3-ാം എപ്പിസോഡാണ്. അതിൽ അതിഥിയായി എത്തുന്നത് കലാമണ്ഡലം കഥകളി സെക്കൻഡ് കളരിയുടെ വേഷം വകുപ്പ് മേധാവി, ഇന്ന് കലാലോകം അറിയുന്നതും ആദരിക്കുന്നതും പ്രശസ്തനുമായ കലാമണ്ഡലം രവികുമാറാണ്. ആ മാന്യദേഹത്തെ ഈ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു. എനിക്ക് രവികുമാറിൻ്റെ കലാജീവിതത്തിലും വ്യക്തി ജീവിതത്തിലുമായിട്ട് കുറച്ച് കാര്യങ്ങൾ അറിയാനുണ്ട്, പറയാം. ചോദിച്ചോളൂ. തുടക്കം, രവികുമാറിൻ്റെ നാട് എവിടെയാണ്? രണ്ടാമത്, രവികുമാർ കഥകളിയിലേക്ക് തുടക്കം എങ്ങനെയായിരുന്നു? അതിനെക്കുറിച്ച് ആദ്യം പറഞ്ഞു. എൻ്റെ നാട് കൊല്ലം ജില്ലയിൽ കൊട്ടാരക്കര താലൂക്കിൽ ഓയൂർ എന്ന സ്ഥലത്ത് കരിങ്ങന്നൂർ ദേശക്കാരനാണ്. പക്ഷേ അച്ഛൻ്റെ കുടുംബം അർക്കന്നൂർ എന്ന സ്ഥലത്തായതുകൊണ്ട് അർക്കന്നൂർക്കാരനായിട്ട് ഞാൻ അറിയപ്പെടുന്നു. എനിക്ക് രണ്ടും സന്തോഷം തന്നെയാണ്. ഇതാണ് എൻ്റെ ദേശം. പിന്നെ കഥകളിയിലേക്കുള്ള വരവ് എങ്ങനെയാണെന്ന് വെച്ചാൽ, അമ്മയുടെ പാരമ്പര്യത്തിൽ ആണെന്ന് പറയാം. ആ തറവാട്ടിൽ കഥകളിക്ക് ഒരുപക്ഷെ കലാമണ്ഡലത്തിന് മുമ്പ് തന്നെ ഒരു കളിയോഗമുണ്ടായി. കലാമണ്ഡലം 1930 തുടങ്ങുമെങ്കിൽ അതിനേക്കാൾ 10-17 വർഷങ്ങൾക്ക് മുമ്പേ തുടങ്ങിയ കളിയോഗം ഇന്നും SRV കഥകളി യോഗം ഓയൂർ എന്ന നിലയ്ക്ക് ഇന്നും പ്രവർത്തിക്കുന്നുണ്ട്. ആ ഒരു കുടുംബ പരമ്പരയിൽപ്പെട്ട ആളാണ് അമ്മ. പക്ഷെ അതിൻ്റെ ഒന്നും എനിക്ക് ഇതിലേക്ക് കാലെടുത്ത് വയ്ക്കാൻ സഹായമായില്ല എന്നുള്ളത് മറ്റൊരു വസ്തുതയാണ്. പക്ഷെ കാലെടുത്ത് വയ്ക്കാനുള്ള പ്രത്യേക കാര്യം, ഞാനൊരു മിമിക്രിക്കാരനാണ്. അതാണ് പ്രധാന കാര്യം. എനിക്ക് മനസ്സിൽ തോന്നുന്ന ചില പ്രത്യേക ആൾക്കാരുടെ പ്രത്യേക ചില ചലനങ്ങൾ ഞാൻ അതേപോലെ അനുകരിക്കുന്ന ശീലമുണ്ടാകും. അത് തിരിച്ചറിഞ്ഞിട്ടാണോ എന്നറിയില്ല. ഞാൻ പഠിച്ച സ്കൂളിൽ ഓയൂർ കുച്ചുകുളാശാന്റെ നേതൃത്വത്തിൽ കഥകളി പഠനം തുടങ്ങുകയും അന്ന് 35ഓളം കുട്ടികൾ പങ്കെടുക്കുകയും ചെയ്തു. ഞാൻ ചേർന്നില്ല. ഞാനത് നോക്കിക്കാണുന്ന ഒരാളാണ്. പക്ഷേ ആശാന്റെ നേതൃത്വത്തിൽ ആശാന്റെ മകനാണ് കലാമണ്ഡലം രതീഷ് ആശാനാണ് അന്ന് ക്ലാസ്സിൽ തുടങ്ങിയത്. ഈ ക്ലാസ് വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും 4 മണിക്ക് ശേഷം അവിടെ ക്ലാസ് എടുക്കുന്നത് അപ്പുറത്തെ ക്ലാസ് റൂമിൽ നിന്ന് അരക്കുറ്റിയുടെ മുകളിൽ നിന്ന് ഞാൻ കഴിയും വരെ കാണുക എന്നും കാണുമായിരുന്നു. ഇത് കണ്ടിട്ട് ഞാൻ ഇതേപോലെ വന്ന് വീട്ടിൽ അനുകരിക്കും. കുരി വളർത്തുന്നതും കണ്ണുതള വളർത്തുന്നതും ചുണ്ടിളക്കുന്നതും കഴുത്തിളക്കുന്നതും അങ്ങനെ എന്തൊക്കെ അനുകരിക്കുമ്പോൾ അച്ഛൻ ചോദിച്ചു, നിനക്ക് കഥകളി പഠിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ദിവസം അച്ഛൻ കൂലിപ്പണിക്കാരനാണ്. അപ്പോൾ അച്ഛൻ്റെ പണിയും കഴിഞ്ഞിട്ട് ഈ സ്കൂളിലേക്ക് പോവുകയാണ്. അപ്പോൾ ആശാൻ ക്ലാസ് കഴിഞ്ഞ് തിരിച്ചു പോവുകയാണ്. ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞല്ലോ, ആശാൻ മോള് പഠിക്കണമെന്നൊരാഗ്രഹമുണ്ട്, അച്ഛനൊരു ദക്ഷിണ വാങ്ങിച്ച് പോയാൽ നന്നായിരുന്നു. അന്ന് ആദ്യമായിട്ട് വെറ്റിലയും ദക്ഷിണയും രതീശനാശാനും കൊടുത്തിട്ടാണ് എൻ്റെ കഥകളി വിദ്യാഭ്യാസം തുടങ്ങുന്നത്. ഒന്നും തൊഴാൻ മാത്രം പറഞ്ഞു നിർത്തുന്നു. പിന്നെ അതിനുശേഷം അപ്പോൾ ആദ്യത്തെ കഥകളി ഗുരുനാഥൻ കലാമണ്ഡലം രതീശാശാൻ, കഥകളി ഒരു രതീശനാശാനാണ്. പക്ഷെ രതീശനാശാൻ അപ്രതീക്ഷിതമായിട്ട് ഡൽഹി ഇന്റർനാഷണൽ കഥകളി സെന്ററിൽ പോയ സമയത്ത് പകരം ഓയൂർ രാമേന്ദ്രാശാൻ, അത് കൊച്ചുകുളാശാന്റെ പെങ്ങളുടെ മകനാണ്, രാമേന്ദ്രാശാൻ കഥകളി പഠിപ്പിക്കുകയും കഷ്ടിച്ച് ഒരു 1.5 വർഷം കഴിഞ്ഞപ്പോൾ രതീശാശാൻ തിരിച്ചു വരികയും രണ്ടുപേരും കൂടെ ചേർന്ന് പഠിപ്പിക്കുകയും. അതിനൊരു കാര്യം, അത് രണ്ടും വടക്കൻ സമ്പ്രദായമായിരുന്നു. തീർച്ചയായും ഞാൻ വടക്കൻ സമ്പ്രദായം തന്നെയാണ് പഠിച്ചത്. തുടക്കം വടക്കൻ സമ്പ്രദായം തന്നെയാണ് പഠിച്ചു തുടങ്ങിയത്. രണ്ടുപേരും കലാമണ്ഡലത്തിൽ നിന്നാണല്ലോ അവർ രണ്ടും പഠിച്ചിരിക്കുന്നത്.
അങ്ങനെ എൻ്റെ 9ാം ക്ലാസ് ഞാൻ പഠിക്കുമ്പോൾ എൻ്റെ അരങ്ങേറ്റം കുശലവന്മാരിൽ 11 ആയിരുന്നു എൻ്റെ വേഷം. 35 പേര് പഠിച്ചു തുടങ്ങിയ ആ കഥകളി മാറ്റി അവസാനം ഞങ്ങൾ 5 പേർ മാത്രമായി. കുശലവന്മാർ അരങ്ങേറ്റം കഴിഞ്ഞു. ആദ്യമായിട്ട് മലയാള തൊട്ടത് ഓയിൽ കൊച്ചുകളാണ്. ഇങ്ങനെ അത് കഴിഞ്ഞു. കുറച്ചു കാലം കഴിഞ്ഞു കഥകളി പഠിത്തം അതോടെ നിന്നു. പിന്നെ ഞാൻ താമസിക്കുന്ന അർക്കന്നൂർ സ്കൂളിൽ, ഞാൻ താമസിക്കുന്നതിനോട് ചേർന്നാണ് അർക്കന്നൂർ ഹൈസ്കൂൾ തൊട്ടാണ്. അവിടെ കഥകളി പഠിത്തം ആരംഭിക്കുകയും അവിടെ ഹരിപ്പാട് രാമകൃഷ്ണപിള്ളാശാന്റെ ഒരു ഉദ്ഘാടനത്തോടുകൂടി അർക്കന്നൂർ ഗോപാലകൃഷ്ണാശാൻ ആണ് അവിടെ കഥകളി പഠിത്തം ആരംഭിച്ചത്. അങ്ങനെ അവിടെ കുറച്ചു കാലം കഴിഞ്ഞു. 10ാം ക്ലാസ് കഴിഞ്ഞു. ഡിഗ്രി ഒക്കെ തുടങ്ങിയപ്പോൾ തന്നെ അരങ്ങേറ്റം കഴിഞ്ഞു. അരങ്ങേറ്റത്തിന് ഈ ലവണാസുര വധത്തിലെ ഹനുമാനായിട്ടായിരുന്നു അരങ്ങേറ്റം. രണ്ടാമത്തെ പിന്നെ വേഷം കിട്ടുന്നത് ഈ അരങ്ങേറ്റത്തിലാണ്. അപ്പോൾ ഞാൻ കുറച്ച് മുമ്പേ പഠിച്ചതുകൊണ്ട് മറ്റു കുട്ടികളൊക്കെ കുറച്ച് മുതിർന്ന കുട്ടിയായതുകൊണ്ടും പഠിക്കാൻ കുറച്ച് എളുപ്പമായിരുന്നതുകൊണ്ടും എന്നെ ലവണാസുര ഹനുമാനെ അരങ്ങേറ്റം. അങ്ങനെ ആശാൻ കൊച്ചു കൊച്ചു വേഷങ്ങൾ കെട്ടാനായിട്ട് പലയിടത്തും കൊണ്ടുപോയി തുടങ്ങിയിരിക്കും. അങ്ങനെയാണ് കുറച്ച് പരിചയമായി തുടങ്ങിയത് ഈ വഴിയിൽ. അപ്പോൾ അങ്ങനെ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ഡിഗ്രി എൻ്റെ 2ാം വർഷം തുടക്കമായപ്പോൾ തുടക്കം കഴിഞ്ഞു. പരീക്ഷയുടെ സമയത്താണ് എൻ്റെ ഒരു സുഹൃത്ത്, ആ സുഹൃത്തിനെ ഇപ്പം ഞാൻ നമിക്കുന്നുണ്ടോ, ആ സുഹൃത്ത് അന്നൊരു പാഠം വെച്ചതാണ്, അറിയാതെ പാഠം വെച്ചതാണ്. എനിക്ക് അനുഗ്രഹമായിട്ട് വന്നു. അച്ഛൻ്റെ അടുത്ത് ചോദിച്ചു, പ്രീ ഡിഗ്രി ഫസ്റ്റ് ഇയറിൽ രവികുമാർ ഇംപ്രൂവ്മെന്റിന് പൈസ അടച്ചതാണ്. അച്ഛൻ്റെ അടുത്ത് ചോദിച്ചു നേരിട്ട്. അപ്പോഴാണ് അച്ഛൻ അറിയുന്നത് ഞാൻ 1ാം വർഷം പരീക്ഷയ്ക്ക് തോറ്റി എന്നുള്ളത് അറിയുന്നത്. അച്ഛൻ നേരെ മേടിച്ചിട്ട് വീട്ടിൽ വരികയാണ്. അച്ഛൻ തൊട്ടതിനും പിടിച്ചതിനൊക്കെ അടിക്കുന്ന ആളാണ്. കാര്യമല്ലാത്ത എന്ത് കഴിഞ്ഞാലും അടിയിട്ടു. അച്ഛൻ ദേഷിച്ച് വരികയാണ്. 3 ജോലി ചോദിച്ചു. നീ ഫസ്റ്റ് ഇയർ പ്രീ ഡിഗ്രിക്ക് തോറ്റോ? മിണ്ടാട്ടമില്ല. മിണ്ടിക്കഴിഞ്ഞാൽ അടിയാ. 2ാമത്തെ ചോദ്യം, ഇംപ്രൂവ്മെന്റിന് എന്തുകൊണ്ട് എൻ്റെ അടുത്ത് പൈസ ചോദിക്കില്ല? 2ാമത്തെ ചോദ്യം. 3ാമത്തെ ചോദ്യം, ഇനി നിന്റെ പരിപാടി എന്താ? സത്യം പറഞ്ഞാൽ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഒരേ ഒരു മാർഗം, സരസ്വതി ദേവി വന്നിട്ട് പറയിപ്പിച്ചതാകും, നീ കഥകളി മതി എന്ന് പറയുകയും അച്ഛൻ വീണ്ടും ഷർട്ട് എടുത്തിട്ട് അമ്മയുടെ അടുത്ത് ഞാനിപ്പോൾ വരാം എന്ന് പറഞ്ഞ് യാത്രയായി പോയി. തിരിച്ചു വരുന്ന അച്ഛൻ്റെ ഒരു സന്തോഷം. എന്നെ കലാമണ്ഡലത്തിൽ ചേർക്കാനായിട്ടാണ് വരുന്നത്. അതൊരു മനസ്സിലാണ്. അന്ന് വരെ കലാമണ്ഡലം എന്നുള്ള ചിന്ത പോലെ എൻ്റെ മനസ്സിലില്ല. കാരണം അച്ഛൻ നേരെ പോയത് 1 കിലോമീറ്റർ അപ്പുറം താമസിക്കുന്ന അർക്കന്നൂർ ഗോപാലകൃഷ്ണാചാര്യൻ്റെ വീട്ടിലാണ്. അവിടെ ചെന്ന് പറഞ്ഞു, മകൻ പ്രീ ഡിഗ്രിക്ക് തോറ്റു, രക്ഷയില്ല, അവന് കഥകളി പഠിച്ചാൽ മതിയെന്ന് പറഞ്ഞു. അപ്പോൾ ആശാൻ പറഞ്ഞു, അവന് കഥകളി കൊണ്ട് ജീവിക്കണമെങ്കിൽ ഞാൻ പഠിപ്പിക്കാൻ പോകാം. ഒരു കാര്യം കലാമണ്ഡലത്തിലയക്കാം. ഈ കലാമണ്ഡലത്തിൽ അയക്കാന്ന് പറയുമ്പോൾ അച്ഛൻ ഈ ലോകം മൊത്തം കീഴടക്കി അത്രയും ഒരു സന്തോഷം അച്ഛനുണ്ടായിരുന്നു. കാരണം കലാമണ്ഡലത്തിൽ എൻ്റെ മോനെ പഠിപ്പിക്കുകയും അതുപോലെ അങ്ങനെ ചിന്ത പോലും ഉണ്ടായിരുന്നു മനസ്സിൽ. അപ്പൊ അങ്ങനെയാണ് ഒരു കാര്യം, ഈ കലാമണ്ഡലത്തിൽ അയക്കാം. എപ്പോഴാകുമ്പോൾ എനിക്ക് പരിചയമുള്ള രാജശേഖരനുണ്ട്, കലാമണ്ഡലം രാജശേഖരൻ എൻ്റെ സുഹൃത്താണ്. ഞങ്ങൾ നാട്ടുകാരൻ ഒരുമിച്ച് പഠിച്ചവരുമാണ്. അങ്ങനെ ഈ ഒരു കാര്യം നീ ഇത്രയും നാൾ പഠിച്ച വടക്കനാണ്. അപ്പോഴാണ് ഞാൻ അറിയുന്നത് വടക്കനും തെക്കനും ഉണ്ടെന്നുള്ളത്. ഇനി നീ തെക്കനായി പഠിക്കുന്നത് എന്ന് പറഞ്ഞു കലാമണ്ഡലത്തിൽ ചേർന്നു. പിന്നീട് ഇവിടുത്തെ പഠനകാലം എന്തായിരുന്നു, ഗുരുക്കന്മാർ എന്തായിരുന്നു കാര്യം? നേരത്തെ പറഞ്ഞില്ല, കലാമണ്ഡലത്തിലേക്ക് വന്നു ചേർന്നു. ഇന്റർവ്യൂവിന് ഞാൻ വന്നപ്പോൾ അന്ന് പത്മാശാൻ ഇവിടെ പ്രിൻസിപ്പളാണ്, ഗോപിയാശാൻ വൈസ് പ്രിൻസിപ്പളാണ്. അപ്പോൾ
ഇന്റർവ്യൂ നടത്തി. ഞാനന്ന് ഭാഷതി വമസംഖ്യയാണ് കാണിച്ചത്. പിന്നെ താളം പിടിക്കാനും പറഞ്ഞു. അത് കഴിഞ്ഞ് തിരിച്ചു പിരികളൊക്കെ പറഞ്ഞു. ഇത് കഴിഞ്ഞിട്ട് രാജേന്ദ്രനൊന്നും ചോദിച്ചിട്ടില്ല. ഇത് കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചിറങ്ങിപ്പോയാണ്. ഞാൻ തിരിച്ച് കയറി വന്നിട്ട് ഞാൻ പറഞ്ഞു, എനിക്ക് തെക്കങ്കളരി പഠിച്ചാൽ മതി എന്ന് ഞാൻ പറഞ്ഞു. അത് പറയാനുള്ള കാരണം ഗോപാലകൃഷ്ണൻ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ടല്ലോ. ഗോപാലകൃഷ്ണൻ പറഞ്ഞു ഈ കലാമണ്ഡലത്തിൽ തെക്കങ്കളരി പഠിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ അവിടെ തന്നെ അത് എനിക്ക് തെക്കങ്കളരി മതി എന്ന് ഞാൻ ചോദിക്കാതെ തന്നെ ഞാൻ അങ്ങോട്ട് പറഞ്ഞു. ഇത് കണ്ട് ആശാന്മാർ പരസ്പരം നോക്കി ചിരിക്കുന്നത് ഇപ്പോഴും എൻ്റെ മനസ്സിൽ കൊണ്ടുവരുന്നത്. അങ്ങനെയാണ് ഒന്നാം വർഷം ഞാൻ പ്രസന്നാശാന്റെ കളരിയിട്ടുണ്ട്. അന്ന് ഞാൻ വരുമ്പോൾ തെക്കങ്കളരിയിൽ പ്രസന്നകുമാർ ആശാനും രാജശേഖരൻ ആശാനാണ്. അന്ന് രവികുമാറിന്റെ കൂടെ കലാമണ്ഡലത്തിൽ ഒന്നിച്ചു ചേർന്ന വേഷം വിദ്യാർത്ഥികളുടെ കൂടെ കൊണ്ട് എൻ്റെ കൂടെ വേഷം പഠിക്കാൻ വന്നൊരു കൃഷ്ണകുമാറാണ്, പത്തനാപുരത്തുള്ള കൃഷ്ണകുമാർ. പിന്നെ അന്ന് വടക്കങ്കളരിയിൽ എൻ്റെ ഒപ്പം വന്നാണ് ശ്രീ ചമ്പക്കര വിജയൻ, ഇന്നത്തെ പ്രശസ്ത ശ്രീവേഷക്കാരൻ ചമ്പക്കര വിജയനും പിന്നെ ഒരു കാളിദാസൻ സംഭവിച്ചു. ഇവർ രണ്ടുമാണ് വടക്കങ്കളരിയിൽ. തെക്കങ്കളരിയിൽ ഞാനും ഒരു കൃഷ്ണകുമാർ. അദ്ദേഹം 4 വർഷം കഴിഞ്ഞിട്ട് മതിയാക്കി പോവുകയായിരുന്നു. പക്ഷേ ഒന്നാം കൊല്ലം പ്രസന്നാശാന്റെ കളരിയിൽ പഠിക്കുമ്പോൾ തന്നെ എന്തുകൊണ്ടെന്ന് അറിയില്ല, പഠിക്കാനൊരു പ്രത്യേക താല്പര്യം കൊണ്ടാണെന്നോ അതുകൊണ്ട് ആശാൻ എൻ്റെ മനസ്സ് പിടിച്ചെടുത്തുകൊണ്ടാണെന്ന് അറിയില്ല, പെട്ടെന്ന് കൂടുതൽ കാര്യങ്ങൾ സീനിയേഴ്സിൻ്റെ ഒപ്പം നിന്ന് പ്രവർത്തിപ്പിക്കാനും പഠിപ്പിക്കാനും നടത്താൻ ശ്രമിച്ചു എന്നുള്ളൊരു വാസ്തവമാണ്. അതെനിക്ക് ഏറെ ഗുണം ചെയ്തിട്ടുണ്ട്. കാരണം ഓണമായപ്പോഴേ 1ാം വർഷത്തെ സിലബസ് മുഴുവൻ കംപ്ലീറ്റ് ചെയ്യുകയും ഓണം കഴിഞ്ഞ് 2-3 വർഷക്കാരെ കൂടെ നിർത്തി തുല്യമായിട്ട് 2-3. അപ്പോൾ 1ാം വർഷം കഴിയുമ്പോഴത്തേക്ക് ഏതാണ്ട് 4ാം വർഷത്തെ അത്രയും ഒരു സ്ഥാനം അല്ലെങ്കിൽ അതുവരെയുള്ള സിലബസിൻ്റെ ഒരു സ്ഥാനം ആശാൻ പഠിപ്പിച്ച് തന്നെ ആക്കിയിട്ടുണ്ടാകും. അതെനിക്ക് ഏറെ ഗുണം ചെയ്തു. അപ്പോൾ 1ാം വർഷം തന്നെ അല്ലെങ്കിൽ വെറും എൻ്റെ ഒപ്പം വന്നയാൾ അപ്പോഴും തോടെ പുറപ്പാടിൽ കിടക്കുകയാണ്. പക്ഷേ ഇത് എനിക്ക് ഏറെ ഗുണം ചെയ്തു. മറ്റവരൊപ്പം നിന്ന് അവരെ പദങ്ങൾ പഠിപ്പിക്കാൻ തുടങ്ങി. ഇപ്പോൾ 2ാം വർഷം കഴിഞ്ഞ് 3ാം വർഷം കഴിഞ്ഞപ്പോൾ 4ാം വർഷം മുതലാണ് രാജശേഖരൻ ആശാന്റെ കളരിയിൽ ചെയ്യുന്നത്. അപ്പോഴത്തേക്ക് തന്നെ കുട്ടിത്തരം എല്ലാം ഒരുവിധം, ഇടത്തരം ഒരുവിധം എല്ലാം ആയി. പിന്നെ രാജശേഖരൻ്റെ കളരിയിൽ ചെല്ലുമ്പോൾ ആദ്യം പോലൊന്ന് റീഫ്രഷ് ചെയ്യും. മൊത്തത്തിൽ കുട്ടിത്തരം ഇടത്തരം ആദ്യം വർഷം അങ്ങനെ 5 വർഷം രാജശേഖരൻ്റെ കളരിയാണ്. 4, 5, 6, 7, 8 ഈ 5 വർഷം രാജശേഖരൻ്റെ കളരിയാണ്. മൊത്തത്തിൽ 6 വർഷം ഡിപ്ലോമയും 2 വർഷം പോസ്റ്റ് ഡിപ്ലോമയും. അന്നത്തെ കലാമണ്ഡലത്തിലെ തെക്കൻ കളരിയുടെ ആശാന്മാരൊക്കെയായിരുന്നു. ഞാൻ വരുമ്പോൾ ശ്രീ കലാമണ്ഡലം പ്രസന്നകുമാർ ആശാനും രാജശേഖരൻ ആശാനായിരുന്നു. രണ്ടുപേരും. എൻ്റെ 2ാം വർഷം തുടങ്ങി ഒരു 2 മാസം കഴിഞ്ഞപ്പോഴാണ് ശ്രീ കലാമണ്ഡലം ഗോപനാശാൻ അധ്യാപകനായിട്ട് വരുന്നത്. അപ്പോൾ അന്നുണ്ടായിരുന്ന എൻ്റെ തൊട്ട് താഴെ ഉണ്ടായിരുന്ന ശ്രീ അനിൽകുമാർ, കലാമണ്ഡലം പ്രസാദ് എന്നീ 2 പേരെ ഗോപനാശാൻ 1ാം വർഷം മുതലാണ് പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഗോപനാശാൻ അങ്ങനെ അധികം പഠിപ്പിക്കേണ്ടി വന്നിട്ടില്ല. പക്ഷെ ആശാന്മാരില്ലാത്ത സമയത്ത് ക്ലാസ്സിൽ വന്നിരുന്നു, വാസ്തവമാണ്. അങ്ങനെ ഈ 3 ആശാന്മാരാണ് കലാമണ്ഡലത്തിലെ കഥകളി വിദ്യാർത്ഥിയായി ചേർന്ന് ഈ കലാമണ്ഡലത്തിലെ സമ്പ്രദായത്തിൽ കഥകളി അഭ്യാസം തുടങ്ങിയിട്ട് അരങ്ങേറ്റം രൂപയുണ്ടായിരുന്നു. അരങ്ങേറ്റം എൻ്റെ 2ാം വർഷം നവരാത്രിക്കാണ് ഞങ്ങൾ അരങ്ങേറ്റം പൂജയെടുത്തത്. അത് രുക്മിണി സ്വയംവരം കൃഷ്ണനായിരുന്നു. നമുക്ക് പൊതുവെ ഇവിടെ നമ്മൾക്ക് അരങ്ങേറ്റത്തിന് ഒന്നീ രുക്മിണി സ്വയംവരം കൃഷ്ണൻ, അല്ലെങ്കിൽ രുക്മി, അതല്ലെങ്കിൽ പുറപ്പാട്. അത് തെക്കൻ സമ്പ്രദായത്തിന്റെ ഒരു രീതിയാണോ? തെക്കൻ സമ്പ്രദായത്തിന്റെ രീതിയാണ് തീർച്ചയായിട്ടും. പണ്ട് മുതലേ രുക്മിണി സ്വയംവരം കൃഷ്ണൻ. അപ്പോൾ തെക്കൻ കഥകളി ആചാര്യന്മാര് തന്നെ ഒരു അനുഭവം എടുത്ത് നോക്കിയാൽ ഒന്നുകിൽ കംസവരം കൃഷ്ണൻ അല്ലെങ്കിൽ രുക്മിണി സ്വയംവരം കൃഷ്ണൻ, ഇങ്ങനെയുള്ള ഈ കൃഷ്ണന്മാരായിരിക്കും അരങ്ങേറ്റം. ഞാൻ തെക്കൻ ആശാന്മാരുടെ അരങ്ങേറ്റത്തിന്റെ കാര്യങ്ങളെ കുറിച്ചുള്ള ഒരു ഇത് വായിച്ചിട്ടുണ്ട്. ഇത്തരം സുന്ദരി സ്വയംവരം അങ്ങനെയുള്ള കുറേ കൃഷ്ണനും അങ്ങനെയുള്ള ഇപ്പോൾ നമ്മുടെ
പറഞ്ഞ ഒരു ഇത് വായിച്ചു. അപ്പൊ അതിലൊക്കെ ഇങ്ങനെയുള്ള അത് തെക്കൻ കളരിയുടെ ഒരു സമ്പ്രദായമാണ്. നമുക്ക് ഒന്നാം കൊല്ലം തന്നെ പഠിപ്പിക്കുന്നത് ആദ്യത്തെ പദം രുക്മിണി സ്വയംവരത്തിലെ രുക്മിണിയുടെ പദമാണ്. സാധാരണ പിന്നെ അത് കഴിഞ്ഞ് അരങ്ങേറ്റം കഴിഞ്ഞു. പിന്നീട് ഉള്ള കഥകളി അഭ്യാസം മുന്നോട്ട് തുടർന്നുകൊണ്ട് പോയിട്ട് പിന്നെ എത്ര വേഷങ്ങൾ ചെയ്യാൻ തുടങ്ങി? വേഷം കെട്ടി തുടങ്ങി. എല്ലാ തരത്തിലുള്ള വേഷങ്ങളും കെട്ടി തുടങ്ങി. പക്ഷേ സ്ത്രീവേഷത്തിന് അന്നേ നമ്മളെ മാറ്റി നിർത്തിയിരുന്നു. സ്ത്രീവേഷത്തിന് നമ്മുടെ മുഖം എനിക്ക് തന്നെ മനസ്സിലായി ഇതിന് പറ്റിയതല്ലാതെ. കാരണം അറിയാമല്ലോ, അതൊരു തിരിച്ചറിവുണ്ട് അങ്ങനെ. കാരണം നമുക്ക് ഇന്നലെ പറ്റൂ എന്നുള്ളൊരു നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കണ്ണാടി നോക്കുന്ന ആളായിട്ട് നമുക്കറിയാം സ്ത്രീവേഷം. പക്ഷെ നമുക്ക് മറ്റു മേഖലകളുണ്ടല്ലോ. അപ്പോൾ ഇഷ്ടം തോന്നിയത് താടിവേഷമാണ്. ഒരു പക്ഷേ കോഴ്സ് കഴിയുമ്പോഴും താടിവേഷത്തോട് കത്തിവേഷങ്ങൾ തുല്യാടിക്കുന്നതിനും വേഷം കെട്ടുന്നതിനോടും ഒരു പ്രത്യേക സ്പിരിറ്റായിരുന്നു. പക്ഷെ അരങ്ങുകൾ നമുക്ക് കിട്ടാൻ പ്രതീക്ഷയുള്ളത് താടിവേഷമാണ്. കാരണം ഇടത്തരം താടിവേഷങ്ങൾ, അത് മെയിൻ നടന്മാരല്ലാത്ത ചെയ്യാൻ അല്ലെങ്കിൽ അവരെ ഒഴിവാക്കുന്ന ചില കളികളുണ്ടല്ലോ, അത്തരം കളികൾക്ക് കൂടുതലും താടിവേഷക്കാരെ വേണ്ടിവരും എന്നുള്ളൊരു പ്രതീക്ഷയാണ്. അവിടെ മറ്റൊരു വശം കൂടുതൽ അരങ്ങ് കിട്ടുക എന്നുള്ളൊരു ഉദ്ദേശ ലക്ഷ്യം ഉണ്ടായിരുന്നു. എങ്ങനെയും ഏത് കഥാപാത്രവും കൊണ്ട് നമ്മൾ അരങ്ങുകൾ ഉണ്ടാക്കുക. കാരണം ഇത് പഠിച്ചിട്ട് വീട്ടിൽ വെറുതെ ഇരിക്കില്ല എന്നുള്ളൊരു സംഭവം അങ്ങനെ ഉണ്ടല്ലോ. അതുകൊണ്ട് അണിയറക്കാരനായിട്ട് വരെ നമ്മൾ പോയിട്ടുണ്ട് കളി. കാരണം നാട്ടുകാരോ വീട്ടുകാരോ അറിയുന്നില്ല എന്തിനാ പോകുന്നത്. അപ്പം അതുകൊണ്ട് ഏത് തരം വേഷം കെട്ടാൻ തയ്യാറായവർ കലാമണ്ഡലത്തിലെ പഠനം വരും. അതിൽ ഇപ്പോൾ രവികുമാർ ധാരാളം താടിവേഷം ചെയ്തിട്ട്, പച്ചവേഷം ചെയ്തിട്ട്, ധാരാളം കത്തിവേഷം ചെയ്തു. അതിൽ കഥകളിലേക്ക് നല്ലൊരു കാൽവെപ്പ് അല്ലെങ്കിൽ ഉറച്ച കാല് വെച്ചത് താടിവേഷങ്ങളിലൂടെയാണ് എന്ന് പറയാൻ പറ്റും. കാരണം ആദ്യം ഒരു കലാമണ്ഡലം രവികുമാറിനെ ജനങ്ങളിലേക്ക് എത്തിയത് താടിവേഷത്തിലൂടെ എന്ന് പറയാൻ പറ്റും. രണ്ട് ദേവസ്വത്തിൽ ചോദ്യം കുഴക്കുന്ന ചോദ്യമാണ്. കാരണം ഈ കോഴ്സ് കഴിഞ്ഞ് ഏറ്റവും കൂടുതൽ അരങ്ങ് കിട്ടിയത് എനിക്ക് താടിവേഷമാണ്. പക്ഷേ എല്ലാ കളിക്കും പങ്കെടുക്കുക എന്നുള്ളതിനപ്പുറം നമ്മളൊരു കഥകളി നടനിലേക്ക് എത്തിച്ചേർന്നിട്ടില്ല അന്ന് നല്ലൊരു ധാരണയില്ല. എൻ്റെ ഒരു ലക്ഷ്യം എന്ന് കൂടുതൽ അരങ്ങുകളിൽ എന്ത് വേഷമായിരുന്നു കിട്ടുക. അങ്ങനെ എൻ്റെ ജൂനിയറായിട്ട് 2 കൊല്ലം ജൂനിയറാണ് ശ്രീ ഹരിയാണനായിരുന്നു. ഇന്നത്തെ താടിവേഷത്തിൻ്റെ ഒരു മുതൽക്കൂട്ടാണ്. ഹരിയുടെ വരവോടുകൂടി അപ്പം നമ്മളെ തഴഞ്ഞതല്ല, നമ്മൾ കുറച്ച് പിന്മാറാൻ തുടങ്ങി. അപ്പോൾ കത്തിവേഷത്തിനോട് മുമ്പേ ഉണ്ടായിരുന്ന ഒരു സ്പിരിറ്റ് അത് മെല്ലെ ഉണരുകയും ഞാൻ അറിയാതെ ചില സ്ഥലങ്ങളിൽ ഈ കത്തിവേഷങ്ങൾ കെട്ടാനുള്ള ചില ഭാഗ്യങ്ങളൊക്കെ ഉണ്ടായി. അതിന് ഞാനൊരു ചോദിച്ചു. അപ്പോൾ സ്ഥായിയായ മനസ്സിൽ രവികുമാറിന് കത്തിവേഷത്തോട് ആണ് കൂടുതൽ താല്പര്യം എന്ന് പറഞ്ഞാൽ തെറ്റാണ്? ഒരിക്കലും തെറ്റല്ല. ചെറിയ കളികൾ, സാമ്പത്തികമായിട്ട് ഉള്ള കളികൾ, അല്ലെങ്കിൽ ഒരു ചെറിയ കഥ, നാടകം ബാലയെല്ലാം കഴിഞ്ഞ് നാട്ടുകാരെല്ലാം പോയി കഴിഞ്ഞിട്ട് ചെറിയൊരു കഥ അങ്ങനെ വെച്ച സ്ഥലത്ത് നമ്മുടെ കയ്യിൽ മെയിൻ വേഷക്കാരൻ. അപ്പോൾ അങ്ങനെ കത്തിവേഷം കിട്ടാൻ കുറേ അവസരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അതൊക്കെ മഹാഭാഗ്യമായിട്ടാണ് തോന്നുന്നത്. മാത്രമല്ല അതിൽ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നു എന്നുള്ളത് സഹായകരമായിട്ടുണ്ട്. തീർച്ചയായിട്ടും വേഷങ്ങൾക്ക് തീർച്ചയായിട്ടും അത് ഒരു ഈ സ്ഥാപനത്തിൽ ജോലി കിട്ടിയതാണ് നമുക്ക് ഏറ്റവും വലിയൊരു അവാർഡ് എന്ന് പറയുന്നത്. ഈ ഒരു അവാർഡ്, ചില അവാർഡുകൾ നമ്മൾ അലമാരിയിൽ കൊണ്ട് വെക്കാനുള്ളതല്ല, മനസ്സിൽ വെക്കാനുള്ളത്. ഒരു കലാകാരനെ സംബന്ധിച്ച് ഉള്ള സത്യസന്ധമായിട്ട് പറയാണ്, ഏറ്റവും വലിയ അവാർഡ് ഇന്ന് പത്മവിഭൂഷണാണ്. ഇതിനേക്കാളും വലിയൊരു അവാർഡായിട്ടാണ് ഞാൻ എൻ്റെ കലാമണ്ഡലത്തിലെ ജോലി എന്ന് ഞാൻ കണക്കാക്കുന്നു. കാരണം ഇതൊരു മുൻ കിരീടമാണ്.
എനിക്ക് എൻ്റെ തലയിൽ എൻ്റെ ഗുരുനാഥന്മാർ വെച്ച് തന്നൊരു സ്വർണ്ണ കിരീടമാണ് ഈ ജോലി എന്ന് പറയുന്നത്. ഇനി എന്തൊക്കെ അവാർഡ് കിട്ടിയാലും ഇതിൽ കുത്തിവെക്കുന്ന സ്വർണ്ണ തൂവലുകളെ ആവുമെന്ന് മറ്റുള്ള അവാർഡാണ്. അപ്പോൾ തീർച്ചയായിട്ടും കലാമണ്ഡലത്തിൽ ജോലി കിട്ടിയതോടുകൂടി അതൊരു ഒരു ബേസിക് ഒരു എന്താ പറയുന്നത് ഒരു ഐഡന്റിറ്റിയാണ്. അപ്പോൾ അതിനുശേഷം ഉണ്ടാകും നമുക്ക് അതുവരെ ഉപജീവനം മാത്രമായിരുന്നു. എങ്ങനെയെങ്കിലും ഒരു അരങ്ങത്ത് പങ്കെടുക്കും, മറ്റു തൊഴിലൊന്നും അറിയില്ല. അത് വളരെ മാറ്റമാണ്. ഈ കലാമണ്ഡലത്തിൽ വന്നതിന് ശേഷം ഉള്ള പഠിപ്പിക്കലൂടെ തുടങ്ങിയപ്പോൾ നമുക്കിത് അപ്പോഴാണ് ശരിക്കും നമ്മൾ പഠിക്കാൻ തുടങ്ങുന്നത്. അതുവരെ വെറും പഠിക്കൽ മാത്രമേ ശരിക്കും അറിഞ്ഞ് പഠിപ്പിക്കുക, കുട്ടികൾ നമ്മളെ ശ്രദ്ധിച്ചു തുടങ്ങും. അവിടെയാണ് നമ്മൾ പഴയ പോലെ പോരാ എന്ന് തോന്നുകയും, കാരണം നമ്മുടെ ഫുൾ ടൈം കഥകളിയിലുള്ള ശ്രദ്ധ വരികയും പിന്നെ നമ്മളെ ഓരോ ചലനങ്ങളും നമ്മളെ ശിഷ്യന്മാർ കൂടി മനസ്സിലാക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ഓരോ അരങ്ങുകളും വളരെ സൂക്ഷ്മമായിട്ട് കൊണ്ടുപോകണം എന്ന ഒരു വിശ്വാസം ഉണ്ടല്ലോ. അതാണ് ആ മാറ്റം, സ്ഥാപനത്തിൽ വന്നതിന് ശേഷമുള്ള മാറ്റമാണ്. അപ്പോൾ കലാമണ്ഡലത്തിൽ ജോലി ഇവിടുത്തെ അധ്യാപകനായി നിയോജനായി. അതിനുശേഷം അല്ലെങ്കിൽ അതിന് മുമ്പ് തുടങ്ങാം. അതിന് മുമ്പുള്ള ചെറിയതായി, കാരണം രവികുമാർ ഇവിടെ തെക്കൻ കളരിയിൽ അഭ്യസിച്ച് വന്ന കാലഘട്ടത്തിൽ തെക്കൻ കളരിയുടെ സമ്പ്രദായം രവികുമാറിന് സ്വയം പ്രവർത്തിക്കാനായി അല്ലെങ്കിൽ രവികുമാർ ഇവിടുത്തെ തെക്കൻ കളരിയുടെ പ്രധാന ആശാനായിട്ട് നിയമജനായതിനു ശേഷവും അല്ലെങ്കിൽ അതിന് മുമ്പ് വേണമെങ്കിൽ പറയാം എന്തെങ്കിലും മാറ്റങ്ങളോ അല്ലെങ്കിൽ തെക്കൻ കളരിയുടെ സമ്പ്രദായത്തിൽ എന്തെങ്കിലും ഒരു കൃത്യമായ കാര്യങ്ങളിലേക്ക് അല്ലെങ്കിൽ എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു ശരിയോ തെറ്റോ തിരിച്ചറിഞ്ഞ് ചെയ്യാനോ ശ്രമിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. എൻ്റെ അനുഭവത്തിൽ കുറച്ചുണ്ട്, പക്ഷെ അതൊന്ന് വിശദീകരിക്കും. തീർച്ചയായിട്ടും അത് ആധികാരികമായിട്ട് അതിലേക്ക് ഉള്ളൊരു മാറ്റം എന്ന് പറയുന്നത് തെക്കൻ കളരിക്ക് ഒരു നിയന്ത്രണമായിട്ട് ഒരു ടെക്സ്റ്റ് വന്നു. തെക്കൻ ചിട്ട ചൊല്ലിയാട്ട എന്ന് പറഞ്ഞിട്ട് ശ്രീ കലാമണ്ഡലം രാജശേഖരൻ എഴുതി ഒരുവിധം കളരി ചൊല്ലിയാടിപ്പിക്കുന്ന കഥകളെല്ലാം ചേർത്തുകൊണ്ട് ചൊല്ലിയാട്ട പുസ്തകം എഴുതിയിട്ടുണ്ട്. അത് തന്നെയാണ് ഇതിൻ്റെ ബേസിക് എന്ന് പറയുന്നത്. അത് അതിന് മുമ്പുണ്ടായിരുന്നില്ല. പക്ഷേ അല്ല, രേഖാമൂലം ഉണ്ടായിരുന്നു. രേഖാമൂലം ഉണ്ടായിരുന്നു. അത് ചെങ്ങന്നൂരാജൻ എഴുതിയൊരു പുസ്തകം ഉണ്ടായിരുന്നു. അത് പക്ഷെ അതിലെല്ലാം പറഞ്ഞു പോകുന്നുള്ളൂ, എല്ലാം പറയുന്നുണ്ട്. പക്ഷെ സൂക്ഷ്മ ഇതിലേക്ക് കയറിയിട്ടില്ല. പലതും കഥകൾ പറഞ്ഞു പോകുന്നു, ഇന്നത് ഇതുപോലെ ചെയ്യാന്നുള്ളൂ. പക്ഷെ ഒരു പുതിയ കുട്ടിക്ക് മനസ്സിലാകുന്ന രീതിയിലല്ല അത് ആശാൻ എഴുതിയിരിക്കുന്നത്. അതായത് നന്നായിട്ട് പഠിച്ച ഒരാൾക്ക് അത് പ്രയോജനപ്പെട്ടു ആ തരത്തിലേക്കാണ്. ഇതല്ല, പുതിയൊരു ഒരു പഠിതാവ് വന്നു കഴിഞ്ഞാൽ തുഴല് മുതൽ അടിസ്ഥാന കലാശങ്ങൾ, ചുഴുക്കുകൾ, മുദ്രകൾ, വട്ടപ്പച്ച് കലാശങ്ങൾ, ഇരട്ടികൾ, കേകി, വട്ടപ്പച്ച് കലാശങ്ങൾ, ശ്രീവേഷ കലാശങ്ങൾ, സാരി, കുമ്മി എല്ലാം വെവ്വേറെ. ഇന്നത്തെ കാലഘട്ടത്തിലെ ഒരു കഥകളി വിദ്യാലയത്തിന് വേണ്ടുന്ന രീതിയിലേക്ക് അതിനെ കൃത്യമായിട്ട് അളവോടുകൂടി അതിനൊരു സ്ട്രക്ചറായി അതൊരു വലിയ മുതൽപ്പിലാണ്. കാരണം സ്ഥാപനത്തിന് വേണ്ടൊരു 11 വർഷത്തോളം എടുത്തായിരുന്നു. എൻ്റെ ഒരു ഭാഗ്യം, ആശാൻ എഴുതി തുടങ്ങിയെങ്കിലും ആശാൻ ആദ്യം തന്നെ തോടയം പുറപ്പാട് ബേസിക്കായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ആശാൻ തന്നെ സ്വന്തമായിട്ട് എഴുതിയത്. എന്നിട്ടാണ് ആശാൻ ഇവരെ എൻ്റെ അടുത്ത് പറയുന്നത്, നീ വന്നാൽ ചെറിയ സഹായമാവും. അങ്ങനെ ആശാന്റെ വീട്ടിൽ പോയി ആശാൻ പറഞ്ഞു തന്നു, നിന്ന് ഓരോന്ന് കാണിച്ച് ഓരോന്ന് പറഞ്ഞ് എഴുതി അങ്ങനെ. പിന്നെ അതിന് ശേഷമുള്ള കഥകളെല്ലാം ലൈവായിട്ട് ആശാൻ പറയാം. ഞാനിങ്ങനെ എഴുതുക, സത്യം പറഞ്ഞാൽ വേദവ്യാസൻ പറയുക, ഗണപതി എഴുതുക, മഹാഭാരതം. പക്ഷെ ഇതിനകത്ത് ഒരു മാറ്റം എന്ന് പറഞ്ഞാൽ നിർത്തി സംശയങ്ങൾ നിർത്തി പോകുന്നത് തീർച്ചയായിട്ടും കാര്യമില്ല. അതെനിക്ക് എങ്ങനെ ഗുണം ചെയ്തിട്ടുണ്ട് എല്ലാ കഥകളും. അതിന് ശേഷം ടെസ്റ്റാക്കുകയും അതിൽ നിന്നും അണുനട മാറ്റമില്ലാതെ അത് ഇപ്പോൾ ഫോളോ ചെയ്യുന്നു. ഇതിന് മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇപ്പം എന്നെ പഠിപ്പിച്ച 2 ആശാന്മാർ, പ്രസന്നകുമാർ ആശാൻ, രാജശേഖരൻ ആശാൻ.
സെൻകുമാറാശാനെ സംബന്ധിച്ച് അരങ്ങുകൾ പൊതുവെ ആശാന് കുറവായിരുന്നു. ആശാനോട് അതിനോട് താല്പര്യം കുറവായിരുന്നു. വീട് വിട്ടു നിൽക്കുക എന്നുള്ളത് ആശാനെ സംബന്ധിച്ച് വലിയൊരു പ്രശ്നമാണ്. പക്ഷെ കളരിയിൽ വളരെ കാര്യമായിട്ട് പുരാണ പരിചയമായാലും മറ്റ് ഈ കഥാപാത്രങ്ങൾ ആടേണ്ട കാര്യങ്ങൾ ചിട്ടക്കപ്പുറം അരങ്ങിലേക്ക് കൂടുതൽ ഗുണമുള്ള കാര്യങ്ങൾ ആശാൻ പറഞ്ഞു. പക്ഷെ രാജശേഖരന്റെ കാഴ്ചപ്പാട് അങ്ങനെ ആയിരുന്നില്ല. ഒരു എത്ര തലമുറ കഴിഞ്ഞാലും ഇതൊന്നു തന്നെയാണ്. ഒരേ നൂലിൽ ഒരേ നിറത്തോടു കൂടി തന്നെ കാലങ്ങൾ കഴിഞ്ഞാലും നിലനിൽക്കണമെന്നുള്ള ഉദ്ദേശം. അതാണ് നല്ലൊരു ചിന്തയാണ്. അതാണ് ഈ ടെക്സ്റ്റ് വരാൻ കഴിയും. ഇന്ന് അപ്പൊ ഞാൻ മുതലെന്ന് പറയുന്നത് എനിക്ക് ഒരു തെറ്റായിട്ട് കരുതരുത്. കാരണം നല്ലൊരു ഗ്യാപ്പിന് ശേഷമാണ് ഞാൻ വരുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് തെറ്റിദ്ധരിക്കുന്നത്. എനിക്ക് ശേഷം ഞാനിവിടെ പഠിക്കാൻ വരുന്ന സമയത്ത് കലാമണ്ഡലം വളരെ മനോജേട്ടൻ ബാലകൃഷ്ണേട്ടൻ്റെ കോഴ്സ് കഴിഞ്ഞ് പോയി. ഉണ്ണികൃഷ്ണൻ നായരേട്ടൻ, പിന്നെ വിജയരാജേട്ടൻ, സിംഗപ്പൂരിലെ ബിജുകുമാർ, വള്ളം ഗോപകുമാരേട്ടൻ, ഇങ്ങനെയുള്ള ഒമ്പൻ സ്രാവുകളായിരുന്നു ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞു നമുക്കൊക്കെ പേടി സ്വപ്നങ്ങളായിട്ടുള്ള സീനിയേഴ്സ്. പക്ഷെ അവരൊക്കെ കാലം കഴിഞ്ഞ് അങ്ങോട്ട് പോയപ്പോഴത്തേക്ക് നമ്മളറിയാതെ ആ സ്ഥാനത്തേക്ക് വരുമായിരുന്നു. പിന്നെ ആശാന് എന്തോ ഒരു വാശി ഉണ്ടായിരുന്നു. ഇപ്പോൾ നമ്മളെടുത്തൊരു വാശി, അത് ഒരു സ്വാർത്ഥതയാണെന്ന് വേണമെങ്കിൽ പറയാം. ആശാന്റെ സ്വന്തം മക്കളെക്കാൾ കൂടുതൽ സ്നേഹിക്കുകയും ഈ കലയിൽ വേഷങ്ങൾ കെട്ടിക്കാനും ചൊല്ലിയടിപ്പിക്കാനും വീട്ടിലൊരു അംഗത്തെ പോലെ രണ്ടാശന്മാരും അങ്ങനെയായിരുന്നു. പക്ഷെ പുറം ലോകത്തേക്ക് കൂടുതൽ എത്തിച്ചത് രാജശേഖരനെ. കൂടുതൽ അവസരങ്ങൾ എത്താനും എണ്ണപ്പെട്ട വേഷങ്ങൾ ചെയ്യിപ്പിക്കാനും ഒരുപാട് ആശാൻ ബുദ്ധിമുട്ടിയിട്ടുണ്ട്. അത് എനിക്ക് ഗുണമുണ്ടായിട്ടുണ്ട്. അങ്ങനെയാണ് ഈ ചിട്ടയായിട്ടുള്ള ചില കഥകൾ നാട്ടിലായാലും വിദേശത്തായാലും കലാമണ്ഡലം ഗ്രൂപ്പിനായാലും വേഷം കെട്ടാൻ സാധിച്ചത് അതുകൊണ്ടാണ്. ഒരു വേറിട്ടൊരു രാജരാജൻ സ്ത്രീവേഷക്കാരനാണ് അതുകൊണ്ട് നായക വേഷങ്ങൾ ആശാൻ വളരെ കുറച്ച് മാത്രമേ ഇത് കിട്ടിയിട്ടുള്ളൂ. അതൊരു പക്ഷേ എനിക്ക് സ്ത്രീവേഷം പറ്റുകയില്ല. അപ്പൊ ആശാന് പറ്റാത്തത് എന്നെ കൊണ്ട് പല വേഷങ്ങളും ഒരുവിധ എല്ലാ വേഷങ്ങളും വെള്ളിയാടിപ്പിച്ചിട്ടുള്ള എല്ലാ വേഷങ്ങളും ഊത്തമ്പലത്തിലും വെളിയിലും കെട്ടാനുള്ള എല്ലാ അവസരങ്ങളും ചോദിച്ചു വാങ്ങി എന്നെക്കൊണ്ട് മാത്രം കെട്ടിപ്പിച്ചിരുന്ന കാലം ഉണ്ടായിരുന്നു. അത് കൂടുതലും കത്തിവേഷങ്ങളുമായിരുന്നു. ഞാൻ അറിയാതെ കത്തിവേഷത്തിലായിട്ടുള്ളൊരു മാറ്റം അങ്ങനെയാണ്. അത് ആണ് ദേവസ്വത്തെ നേരത്തെ ചോദിച്ചതുപോലെ കത്തിവേഷത്തിലേക്ക് ഞാൻ അറിയാതെ എന്തുകൊണ്ടോ പിന്നെ എൻ്റെ ബ്ലഡിൽ അങ്ങനെ ഒരു സാധനം ഉണ്ടായിരുന്നേക്കായില്ല. പിന്നെ എല്ലാവരും കുറെ സപ്പോർട്ട് ചെയ്തു. പിന്നെ സത്യം പറഞ്ഞാൽ കൂടുതൽ അവസരങ്ങൾ കിട്ടുന്നതും കത്തിവേഷങ്ങളാണ്. ഇപ്പോൾ രവികുമാർ ധാരാളം അരങ്ങില് വേഷങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതുപോലെ കലാമണ്ഡലത്തിലെ തെക്കൻ കളരിയുടെ പ്രധാന ആശാൻ എന്ന നിലയ്ക്ക് ധാരാളം കുട്ടികളെ അഭ്യസിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിൽ കളരിയിലെ ആശാൻ എന്ന വേഷത്തോടാണോ അരങ്ങിലെ കഥാപാത്രം ചെയ്യുന്ന നടനോടാണ് കൂടുതൽ താല്പര്യം? അതിപ്പം ദേവാസേട്ടൻ ചോദിച്ചപ്പോൾ പെട്ടെന്നൊരു മറുപടി കിട്ടിയത്, രണ്ട് മറുപടി കിട്ടിയിട്ടുണ്ട്. ഇടത്തെ കണ്ണാണോ വലത്തെ കണ്ണാണോ ഇഷ്ടമെന്ന് ചോദിച്ചാൽ രണ്ടുമേ പറയാൻ പറ്റുള്ളൂ. പിന്നെ ദിവസവും നല്ല ഭക്ഷണം ഉണ്ടാക്കി തരുന്ന അമ്മയോടാണോ സ്നേഹം കൂടുതൽ, വെളിയിൽ നിന്ന് നല്ല ദിവസവും വെറൈറ്റി ഭക്ഷണം കൊണ്ട് തരുന്ന അച്ഛനാണോ സ്നേഹം കൂടുതൽ ചോദിച്ചാൽ രണ്ടും തന്നെ പറയാൻ പറ്റുള്ളൂ. രണ്ട് ഉത്തരവേ ഉള്ളൂ. ഇതിനും ഒറ്റ ഉത്തരവേ ഉള്ളൂ. കാരണം കളരിയിൽ നല്ലൊരു അധ്യാപകനാകുക, അരങ്ങത്ത് നല്ലൊരു നടനാകുക, ഇത് രണ്ടും ഒരുപോലെ കൈകാര്യം ചെയ്യുന്നു എന്നാണ് എൻ്റെ വിശ്വാസം. കാരണം ഒരു ആത്മാർത്ഥത, അതായത് നല്ല കുട്ടികളുണ്ടാവണം. അതായത് എനിക്ക് കിട്ടിയൊരു പാരമ്പര്യം എന്താ വെച്ചാൽ എന്നെ എൻ്റെ ആശാന്മാർ വളരെ ശ്രദ്ധിച്ചിരുന്നു. ഞാൻ ഒരാളുടെയും കാര്യം പറയുന്നില്ല, എല്ലാവരുടെയും കാര്യത്തിൽ ആശാന്മാർ അങ്ങനെ തന്നെയായിരുന്നു. പക്ഷെ എൻ്റെ കാര്യത്തിൽ എനിക്ക് എന്നെ ഇവിടെ അഡ്മിഷൻ മുതൽ പഠിപ്പിക്കാനും വേഷങ്ങൾ കെട്ടിക്കാനും എനിക്ക് ജോലി വാങ്ങിത്തരാനും ആശാന്മാർ വളരെ ശ്രദ്ധിച്ചിരുന്നു എന്നുള്ളൊരു വാസ്തവമാണ്. അതുപോലെ ഞാൻ തുടരുന്നു. പിന്നെ
അവസരങ്ങൾ, എന്തുമാത്രം അവസരങ്ങൾ കിട്ടാൻ പറ്റുമോ അതെല്ലാം ഞാൻ തുറന്നു കൊടുക്കാറുണ്ട് കുട്ടികൾക്ക്. എങ്കിലും ഒരു നടനായി മാറുമോ. പക്ഷെ കളരി എൻ്റെ സ്വത്വമാണ് കളരി എന്ന് പറയുന്നത്. കാരണം അവിടുന്ന് അവിടുന്ന് ഉണ്ടാവുള്ളൂ ഇത്. അത് തീർച്ചയായിട്ടും അത് ആശാന്മാർ പറഞ്ഞു തന്നൊരു പാടാണ്. കളരിയിൽ നിന്നാണ് പുറത്തേക്ക് വരുന്നത്. പുറത്ത് വേറൊരു നിജം എന്ന് പറഞ്ഞാൽ പറയാം. അങ്ങനെ കളരിയിൽ നിന്ന് ഉണ്ടാകുന്ന ബേസിക്കിൻ്റെയാണ് നമുക്ക് അതിനെ ഡെവലപ്പ് ചെയ്തിട്ടാണ് നമുക്ക് പുറത്തേക്ക് വരുമ്പോൾ ഒരു കലാകാരനിലേക്ക് മാറുന്നത്. ഒരിക്കലും കളരി പഠനത്തോടൊപ്പം ഒരിക്കലും ഒരു കലാകാരനാവുന്നില്ല. ഒരു വിദ്യാർത്ഥി എത്ര കൊല്ലം പഠിച്ചൊരു വിദ്യാർത്ഥിയാണ്. അവനെന്നുള്ള കലാകാരനിലേക്കുള്ള മാറ്റം ഈ കളരി അഭ്യാസവും അറിവുമാണ്. അതിന് അടിത്തറ പാകുക എന്നുള്ളൊരു പാരമ്പര്യം നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് അടുത്ത തലമുറയിലേക്ക് ഇത്രയും കൊല്ലം സർവീസിനിടയ്ക്ക് ഒരു എണ്ണപ്പെടാവുന്ന കുറച്ച് പേരെങ്കിലും നമ്മൾ ഇന്ന ആളുടെ ശിഷ്യനാണെന്ന് പറയുമ്പോൾ ഉണ്ടാകുന്നൊരു സംതൃപ്തി. അത് തന്നെയാണ് നമ്മുടെ ആശാന്മാർക്കുള്ളത്. അത് ഇന്ന ശിഷ്യന്മാർ എന്റെ ശിഷ്യന്മാരാണെന്ന് പറയുന്നത്. അതാണ് നമ്മൾ ആശാന് ദക്ഷിണയായിട്ട് അത് തന്നെ കൊടുക്കുന്നത്. ഇപ്പൊ രവികുമാർ കഥകളി അഭ്യസിക്കാൻ കലാമണ്ഡലത്തിൽ വന്നതിന് ശേഷമാണ് യഥാർത്ഥ കഥകളി അഭ്യാസം തുടങ്ങിയത് അല്ലേ? തീർച്ചയായും ആ ഒരു കാലഘട്ടത്തെ അഭ്യാസം. അതിനുശേഷം ഇപ്പോൾ രവികുമാർ അഭ്യസിപ്പിക്കുന്നു ഈ ഒരു കാലഘട്ടത്തെ തെക്കൻ കളരിയുടെ അഭ്യാസ ക്രമം തമ്മിൽ മാറ്റം എന്താണ് തോന്നുന്നത്? കാരണം കാലഘട്ടത്തിനനുസരിച്ച് കുട്ടികളുടെയും പാഠ്യവിഷയങ്ങൾ പല വിഷയങ്ങളും വന്നിട്ടുണ്ട്. അത് എങ്ങനെ വിലയിരുത്തുന്നു? നേരത്തെ പറഞ്ഞല്ലോ, ഞാൻ പഠിക്കാൻ വരുമ്പോൾ 2 ആശാന്മാരെ ഉണ്ടായിരുന്നു. പ്രസന്നാശൻ, രാജശേഖരാശൻ. അത് കഴിഞ്ഞ് പിന്നീട് ഗോപനാശൻ, പ്രസന്നാശൻ, രാജശേഖരാശൻ. ഈ 8ഉം 10ഉം വർഷങ്ങൾ പഠിക്കുന്ന കുട്ടികളെ എല്ലാം ഈ 3 ആശാന്മാരെ കളരിയിലായി. 3 ആശാന്മാരെ കളരിയില്ല. അപ്പോൾ അവർ തന്നെ പഠിപ്പിക്കുന്നു, അതിൻ്റെ പരീക്ഷ നടത്തുന്നു. അങ്ങനെ ഒരു സിസ്റ്റമാണ്. പക്ഷെ സ്കൂള് വന്നതോടുകൂടി ഇത്ര മാറ്റങ്ങളുണ്ട്. സിലബസ് വന്നു, പിന്നെ സെമസ്റ്റർ വന്നു, ഡിഗ്രി വന്നതോടുകൂടി സെമസ്റ്റർ വന്നു. അപ്പൊ ഇതിന് കഥ ഒരു മുഴുവനെ പഠിപ്പിക്കുന്ന സിസ്റ്റം മാറി. അവര് ആശാന്മാർ പോയതിനു ശേഷം ആശാന്മാർ ഉള്ളപ്പോൾ തന്നെ അത് തുടങ്ങിയിരുന്നു. പക്ഷെ ഈ അടുത്ത കാലത്തായിട്ട് സിലബസ് പരിഷ്കരിച്ച സമയത്ത് സിലബസ് ഓണം വരെ ടേമിൽ ഇത്ര, ക്രിസ്മസ് വരെ ഇത്ര പ്രത്യേകം അത് എഴുതപ്പെടും, ലിഖിതമായിട്ട് എഴുതപ്പെടും, രേഖയാണ്. സെമസ്റ്ററിന് ഇത്ര പഠിപ്പിക്കണം. അപ്പോൾ ഞങ്ങളെ പഠിപ്പിച്ചിരുന്നത് ഒരു കഥ മുഴുനീളെ ചൊല്ലിയാട്ടമായി. മുഴുനീള ഒരു കഥയും ചൊല്ലിയാട്ടം. അതിൽ കുട്ടിത്തരക്കാരുണ്ടാവും, ഇടത്തരക്കാരുണ്ടാവും, ആദിവാസക്കാരുണ്ടാവും. നമ്മളെ സാഹചര്യം വന്നപ്പോൾ അത് മാറി. അതായത് ഓരോ കൊല്ലം പഠിപ്പിക്കാൻ ഓരോരോ ആശാന്മാർ. ഇപ്പോഴത്തെ കാലത്ത് അത് തന്നെയാണ് ഉചിതം. കാരണം എല്ലാവരെയും കൂടെ ഇടയിലൊക്കെ പഠിപ്പിക്കുന്നത് ഇന്നത്തെ സാഹചര്യത്തിൽ ബുദ്ധിമുട്ടാണ്. കാരണം പണ്ടതല്ലായിരുന്നു. ഇന്നത് മാറിയപ്പം പ്രത്യേക പരീക്ഷകളുണ്ട്. ഓരോ ടൈമിലും പ്രത്യേകം പരീക്ഷകൾ. കാരണം ഈ സിലബസ് പുറത്തുനിന്നുള്ള പരീക്ഷകർക്ക് പരീക്ഷ നടത്താൻ വരുന്നവർക്ക് അയച്ചു കൊടുത്താൽ നമ്മൾ പോലും അറിയാതെ, എന്നിട്ട് അതിന് പരീക്ഷ നടത്താം. അപ്പൊ എന്ത് ചെയ്തു? ഓരോ കൊല്ലവും 1ാം കൊല്ലം ഒരാശൻ, 2ാം കൊല്ലം വേറാശൻ, 3ാം കൊല്ലം വേറാശൻ, അങ്ങനെ ആശാന്മാരായിട്ട് വിപുലീകരിച്ചപ്പോൾ ഇതിന് കോട്ടമൊന്നും സംഭവിച്ചിട്ടില്ല. പക്ഷെ നമുക്കുണ്ടായിരുന്നൊരു പ്രത്യേകത, എൻ്റെ അനുഭവവും അറിവും പറയുകയാണെങ്കിൽ ഒരാശാന്റെ കീഴിൽ തന്നെ ഒരു 3 കൊല്ലമെങ്കിലും സ്ഥിരമായിട്ട് പഠിച്ചാൽ അത് വളരെ നന്നായിരിക്കും എന്നാണ് എൻ്റെ അഭിപ്രായം. പക്ഷെ ഇന്നതിന് സാധ്യതയില്ല. അത് ചേട്ടൻ ചോദിച്ച പോലെ അത് കാലഘട്ടത്തിന്റെ മാറ്റമാണ്, വിദ്യാഭ്യാസമായി. കാരണം ഇന്ന് സ്കൂൾ വിദ്യാഭ്യാസം കൂടി ചെയ്തേ പറ്റുള്ളൂ. അതുകൊണ്ട് നമ്മൾ അത് ഉൾക്കൊണ്ടിട്ട് അതും കൂടി രണ്ടും സ്വീകരിച്ചുകൊണ്ട് കുട്ടികൾക്ക് ദോഷം വരാത്ത രീതിയിലാണ് ഇപ്പോൾ നടന്നു പോകുന്നത്.